എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ജൂൺ 1 പ്രവേശനോത്സവത്തിന് അന്ന് എടുത്തതാണേ. രാവിലെ തന്നെ ആദ്യക്കുട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. ആളുടെ പ്രവേശനോത്സവമൊക്കെ നേരത്തെ കഴിഞ്ഞാണ്. പക്ഷേ ചേട്ടൻ പോകുന്ന കൂട്ടത്തിലേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നതാണേ. കണ്ണൻകുട്ടൻ ഇപ്രാവശ്യം വേറെ സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഹാപ്പി ആയിരുന്നു അന്നത്തെ ദിവസം. പിന്നെ ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്ന ഡ്രസ്സൊക്കെ ആൾ ഇട്ട് നോക്കുകയാണ്. രാവിലെ തന്നെ 10 മണിക്ക് പോയാൽ മതി, പക്ഷെ ഒരു 6 മണിയായപ്പോൾ തൊട്ടേ പുള്ളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ട്രയൽ നോക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഇത് ചേട്ടൻ്റെ മോളാണ്. അവൾക്കും ജോലി കിട്ടി ഇവിടെ അടുത്തൊരു സ്കൂളിൽ, LP സ്കൂളിൽ. അപ്പോൾ അവളുടെയും ഫസ്റ്റ് ഡേ ആയിരുന്നു, അതുകൊണ്ട് നേരത്തെ പോകണമായിരുന്നു. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവളും പോയിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കണ്ണൻകുട്ടനും സ്കൂളിലേക്ക് പോയി. അപ്പം അച്ഛനും അമ്മയും കൊണ്ടാക്കണമായിരുന്നു, രണ്ടുപേരും അവിടെ ചെല്ലണമായിരുന്നു. അങ്ങനെ രണ്ടുപേരും പോകാൻ വേണ്ടിയിട്ട് റെഡിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഡ്രസ്സ് ഫുള്ള് ചീത്തയാകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് മാറ്റി ഇടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അനിയൻകുട്ടനോട് യാത്രയൊക്കെ പറഞ്ഞ് അച്ഛമ്മയോടും അച്ഛച്ചനോടും ഒക്കെ ഫോൺ വിളിച്ച് സംസാരിക്കുവാണ്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അനിയൻകുട്ടൻ്റെ വഴക്ക് തുടങ്ങി. അവനും ചേട്ടൻ്റെ കൂടെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കരച്ചിലായിട്ടോ. അമ്മയും അച്ഛനും പോകുന്നതുകൊണ്ട് തന്നെ പിന്നെ കണ്ണൻ പറഞ്ഞു കൊടുത്തു, അവിടെ വന്നാൽ നിന്നെ അവിടെ ഇരുത്തിയും പഠിപ്പിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആള് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് പിന്നെ കുറെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു. മുട്ടായി വാങ്ങാൻ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഓക്കെ ആയി. പക്ഷെ ആൾക്കാണെങ്കിൽ എപ്പോൾ എവിടെ അമ്മ പോയാലും 3 ഉമ്മ വീതം അങ്ങനെ ഒരു കണക്കുണ്ട്. അപ്പം ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ്. എങ്ങാനും കരഞ്ഞ് അവർ കൊണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും കൂടെ പോവാനൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേനും കരച്ചിൽ പിന്നെയും കൂടി, അമ്മ ഞാനും വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അവരിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെയും കരച്ചിൽ കൂടിയിട്ട് ഉമ്മ തന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും കരച്ചിലായിരുന്നു. അങ്ങനെ ഉമ്മ തരാൻ വേണ്ടിയിട്ട് തിരിച്ച് കയറി വരുന്നതാണ് കേട്ടോ. ആൾക്ക് കണക്കുണ്ട്, 3 ഉമ്മ വേണം. അപ്പോൾ 3 ഉമ്മ കിട്ടിയില്ലെങ്കിൽ പോകത്തില്ല. അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവർ നേരെ പോയിട്ടോ. അപ്പോൾ 10 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും ഇവനെ കൊണ്ട് അംഗനവാടി വിടണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഗ്യാങ്ങായിട്ടാണ് അംഗനവാടിയിട്ട് കൊണ്ടുവിടാൻ വേണ്ടി പോയത് കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോ അംഗനവാടി പോവാന്ന് പറ. ചോറൊക്കെ എടുത്തോ? നിന്നോട് പപ്പ പിണങ്ങിയാ പഠിക്കണേ കേട്ടോ. എന്നാ പേടിയാ ആദ്യ, നീ ഞങ്ങളോട് ഇങ്ങനെ ആയി പോയത് എന്നാ ആദ്യ. പാട്ടിച്ചിട്ട് ഞാൻ പിള്ളേരൊന്നും ലൈൻ അടിക്കില്ലെന്നോ നിൽക്കണേ. മിടുക്കനായിട്ട് വരണേ. ഉപ്പാവ് എനിക്കൂടെ കൊണ്ട് തരണേ. തുന്തു മോനായിട്ട് വരണേ, തുന്തു മോനായിട്ട്. നമ്മുടെ പുത്തരി മുണ്ടാടി ഒരു കൊടുക്ക പോയി പഠിച്ചിട്ട് വരണേ. അങ്ങനെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലാണ് അങ്ങോട്ട് പോകുന്നത്. എന്നാൽ വലിയ സന്തോഷമില്ലേ, എന്നാൽ ഞാനെല്ലാം ചെയ്തോളാം, ഞാൻ തന്നെ നടന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നമ്മളെല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ അംഗനവാടിയിലെത്തി. അപ്പോഴും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ആള് ഓക്കെ മൈൻഡായിരുന്നു. ചെന്ന പാടെ തന്നെ ഇയാൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് ആയ പറഞ്ഞു, അവൾ വന്ന സമയം തൊട്ടേ അങ്ങനെ ഇരിക്കുകയുള്ളൂ, പോകുന്നോടം വരെ അങ്ങനെ ആ ഒരു ഇത്തരം ചെരുപ്പ് പോലും ഊരൂലാന്ന് കേട്ടോ. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അത് കണ്ടിട്ടാണ് ആള് കയറിയത്. അപ്പം അമ്മ പറഞ്ഞു, പോയി ചെരുപ്പൊക്കെ അഴിച്ചിട്ട് വാന്ന് പറഞ്ഞു. ഇതാണ് അവിടുത്തെ ആയേ. ടീച്ചർ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ പുള്ളി അവിടെ ഇങ്ങനെ കളിച്ചൊക്കെ നിന്നു. അപ്പോൾ ഇവരുടെ പ്രവേശനോത്സവം നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ടീച്ചറും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കുട്ടികളുടെ അടുത്ത് ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു വരണ്ടാന്ന്. പക്ഷെ നമ്മളത് അറിഞ്ഞില്ല. അങ്ങനെയാണ് നമ്മളന്ന് പോയത്. ആൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിച്ചു. അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടെ ഇരുത്തിയിട്ട് പോകാമെന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ മെല്ലെ ഇറങ്ങുമായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, എന്നാ അവളെ പോയി ആശ്വസിപ്പിക്കുന്നൊക്കെ പറഞ്ഞു. പുള്ളി ആശ്വസിപ്പിച്ചോണ്ട് നിന്നപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത് കണ്ടത്. അപ്പോഴത്തേനും ആള് ഭയങ്കരമായിട്ട് കരഞ്ഞ് വഴക്കൊക്കെ പിടിച്ച്
ആൻറ്റി കരയുന്നതിന് എടുത്തുകൊണ്ട് പോയായിരുന്നു. പക്ഷേ എന്നിട്ടും ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ടീച്ചർ ഇന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് നമ്മളിങ്ങ് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങുന്നത്. നമുക്ക് ചിരിയും വരും. അങ്ങനെയായിരുന്നു ആളുടെ ഇത് കേട്ടോ. നമ്മുടെ കൂടെയാണ് വന്നതെങ്കിൽ തിരിച്ചാൾ അങ്ങ് സ്പീഡിൽ പോയി. ബാഗൊക്കെ ഞങ്ങളുടെ നിന്ന് മേടിച്ചിട്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. ഇനി ഞാൻ ഇങ്ങോട്ട് വരൂല എന്ന് മനസ്സിൽ ഉറപ്പിച്ച പോലെയാണ് പോയത്. ഇങ്ങോട്ട് നമ്മുടെ ഒപ്പമാണ് വന്നതെങ്കിൽ തിരിച്ച് അവന്മാരുടെ കൂടെ നേരത്തെ അങ്ങ് പോയി. ആളെ ഇങ്ങനെ കോരി എടുത്തുകൊണ്ട് പോവായിരുന്നു. ഞാൻ നല്ലോണം ബാക്കിലായി പോയില്ല എന്നെങ്കിൽ എനിക്ക് വീഡിയോ നല്ലോണം കിട്ടണേ. അവനെ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ കോരി എടുത്തുകൊണ്ടാണ് പോകുന്നത്. ചേട്ടാ വേഗം പോവാൻ ചേട്ടാ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങ് പോയത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ആൾ സ്പീഡിൽ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ചോദിച്ചു, അയ്യേ നീ പോയിട്ട് വേഗം വന്നല്ലോ, അയ്യേ നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ചേ. അതിനാൾക്ക് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. ഇനി ഞാൻ നാളെ രാവിലെ പൊക്കോളാം എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അയ്യേ നീ ബാഡ് ബോയ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂസലും ഇല്ലാതെ നിൽക്കുവാണേ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ള വീഡിയോ. ബായ്.